കുടുംബക്കോടതിയിൽ ഹാജരാക്കേണ്ട തെളിവുകളുമായി ബന്ധപ്പെട്ട് പലരും വിളിച്ചു ചോദിക്കാറുണ്ട്. ഒരു കേസ് ഫയൽ ചെയ്ത് കൗൺസിലിംഗും മീഡിയേഷനും ശേഷം ഒത്തുതീർപ്പ് ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് എവിഡൻസ് ഹാജരാക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഫാമിലി കോടതിയെ സമീപിക്കുന്ന ഓരോ വ്യക്തിക്കും വ്യത്യസ്ത വിഷയങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ആയിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത്. തെളിവുകൾ ഡിജിറ്റലാകാം. വാട്സപ്പ് ചാറ്റ്, ഇമെയിൽ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, CCTV വിഷ്വൽസ്, മറ്റ് ഫോട്ടോസ്, വീഡിയോസ് ഇവയെല്ലാം തെളിവായി ഹാജരാക്കാവുന്നതാണ്. മെഡിക്കൽ റിപ്പോർട്ട്, പോലീസ് കംപ്ലൈൻറ്റ്, വക്കീൽ നോട്ടീസ് തുടങ്ങിയ രേഖകൾ, കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള രേഖകൾ ഇവയെല്ലാം ഹാജരാക്കാൻ കഴിയും. നിങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ തുടങ്ങിയ സാക്ഷികളെയും ഹാജരാക്കാവുന്നതാണ്. ഇത്തരം എവിഡൻസ് കൂടാതെ ഓരോ കേസും വ്യത്യസ്തമായതിനാൽ ഓരോ കക്ഷിക്കും പറയാനുള്ളതും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ തെളിവുകളും വ്യത്യസ്തമായിരിക്കും. അത് കേസിനനുസരിച്ച് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സാധാരണയായി എവിഡൻസ് ഹാജരാക്കുന്നത് എവിഡൻസ് ആക്ടിന് വിധേയമായിട്ടായിരിക്കേണ്ടതുണ്ട്. ഒരു തെളിവ് കോടതി മുമ്പാകെ ഹാജരാക്കുമ്പോൾ അതിന് ഇന്ന വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ പൊതു കാഴ്ചപ്പാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഫാമിലി കോടതിയിലെ കേസുകളിൽ ഹാജരാക്കുന്ന തെളിവുകൾ. ഫാമിലി കോർട്ട് ആക്ട് സെക്ഷൻ 14 ഇത് വ്യക്തമാക്കുന്നുണ്ട്. എവിഡൻസ് ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായതായാലും അല്ലെങ്കിലും പർട്ടിക്കുലർ കേസിൽ ശരിയായ ഒരു വിധി പറയുന്നതിന് സഹായകരമാവുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കോടതിക്ക് സ്വീകരിക്കാവുന്നതാണ്. മറ്റ് കോടതികളിൽ നിന്ന് ഫാമിലി കോടതിയെ വ്യത്യസ്തമാക്കുന്നതും ഈ ലിബറൽ രീതിയാണ്. നീതിപൂർവമായ ഒരു വിധി പറയുന്നതിന് ഒരു സ്ക്രീൻഷോട്ട് ആയിരിക്കും ഉപകരിക്കുന്നതെങ്കിൽ അതും കോടതിക്ക് പരിഗണിക്കാവുന്നതാണ്. അതായത് എവിഡൻസ് ആക്ടിൽ വ്യക്തമാക്കുന്ന തരത്തിലേ തെളിവ് ഹാജരാക്കാവൂ എന്ന് കാർക്കശ്യമില്ല. സെക്ഷൻ 14 അനുസരിച്ച് ഒരു ഫാമിലി കോടതിക്ക് കേസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തവ പോലും ശരിയായ ഒരു വിധിക്ക് വേണ്ടി പരിഗണിക്കാവുന്നതാണ്. സീക്രട്ടായി റെക്കോർഡ് ചെയ്ത കോൺവെർസേഷനും ഇത്തരത്തിൽ സ്വീകാര്യമായി വരാം. ന്യായമായ ഒരു വിധി പറയുന്നതിന് പങ്കാളിയുടെ മൊബൈൽ ചാറ്റ്, ഹോട്ടൽ റെക്കോർഡ്സ് ഇവ കണ്ടെത്തുന്നതിനും ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നതിനും അപേക്ഷിക്കുമ്പോൾ റൈറ്റ് ടു പ്രൈവസി എന്ന നിലയിൽ എതിർകക്ഷിക്ക് നിഷേധിക്കാനാകുന്നതല്ല. ശരിയായ ട്രയലിന് റിലവൻ്റായ എവിഡൻസ് ആവശ്യമാണ്. ഒരാളുടെ റൈറ്റ് ടു പ്രൈവസി മറ്റൊരാളുടെ ഫെയർ ട്രയലിനുള്ള റൈറ്റിനെ ബാധിക്കരുത്. ഇത്തരത്തിൽ ഒരു ഫാമിലി കോടതിക്ക് ഫിസിക്കലോ ഫിനാൻഷ്യലോ ഡിജിറ്റലോ വിറ്റ്നസ് മൊഴിയോ വിഷ്വൽ റെക്കോർഡ്സോ ഏതും സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ എവിഡൻസിൻ്റെ ഭാഗത്ത് ലിബറൽ ആകുമ്പോഴും പ്രോപ്പർ പ്ലീഡിങ്സും ഫെയർ ഓപ്പർച്യൂണിറ്റിയും ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊന്ന്, എഡിറ്റ് ചെയ്യപ്പെട്ടതോ മിസ്സിങ്ങോ ആയിട്ടുള്ള വീഡിയോസോ സ്ക്രീൻഷോട്ടോ ആണെങ്കിൽ അത്തരത്തിലുള്ളവ റിജക്റ്റ് ചെയ്യപ്പെടാവുന്നതുമാണ്. ശ്രദ്ധിക്കേണ്ട വിഷയം, ബർഡൻ ഓഫ് പ്രൂഫ് ആരാണോ ആരോപിക്കുന്നത് അവരാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. എതിർകക്ഷിയോട് ഹാജരാക്കാൻ ആവശ്യപ്പെടാൻ കഴിയുന്നതല്ല. എന്നാൽ ചില രേഖകൾ ഹാജരാക്കിയാലേ കേസ് തെളിയിക്കാൻ കഴിയൂ എങ്കിൽ സമൻസ് അയച്ച് ഹാജരാക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. ഹോട്ടൽ റെക്കോർഡ്സോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ റിലവൻ്റ് ആണെങ്കിൽ മാനേജരെ സമൻസ് അയച്ച് വരുത്താവുന്നതാണ്. ഇവിടെ ആരാണോ ആരോപണം ഉന്നയിക്കുന്നത് അവരായിരിക്കണം തെളിവ് ഹാജരാക്കേണ്ടത്. തെളിവുകളെ ഓർത്ത് ഭയപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ അഡ്വക്കേറ്റിൽ നിന്ന് വ്യക്തമായ ഗൈഡൻസ് നേടേണ്ടതാണ്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.